വളരെ വികാരമുള്ള ഒരു ദിവസമാണിന്ന്. ഏറെ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നു. നമുക്കറിയാം, വലിയ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ആണ്. നമ്മൾ 3 കാര്യങ്ങൾ ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കുന്നു. ഈശോ കുർബാന സ്ഥാപിച്ചത്, 2 പൗരോഹിത്യം സ്ഥാപിച്ചത്, 3 ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ പരസ്നേഹം. അല്പം തിരുത്തിയുള്ള പഠനമാണ് ഈശോയുടേത്. പഴയ നിയമത്തിൽ പറഞ്ഞത്, നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്ന്. എന്നാൽ ഈശോ ഈ അവസാനത്തെ അത്താഴവേളയിൽ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹം കാൽവരിയിൽ നമ്മൾ കാണുന്നു. അവസാനത്തെ തുള്ളിച്ചോര പോലും ചിന്തി സ്വയം നൽകിയുള്ള ആ സ്നേഹം നാം ഇന്നത്തെ സുവിശേഷത്തെ കേട്ടാണ് അവൻ നമ്മളെ അവസാനം വരെ സ്നേഹിച്ചുവെന്ന്. സ്നേഹം എന്ന് പറഞ്ഞാൽ കൊടുക്കൽ ആണ്, നൽകൽ ആണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും, ഒരു പുഞ്ചിരി കൊടുക്കും. അതെ, സ്നേഹമുണ്ടെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് നമ്മൾ കൊടുക്കും, ഹസ്തദാനം. ഒരു പക്ഷേ അല്പം കൂടി സ്നേഹമുണ്ടെങ്കിൽ ഒരു ചുംബനം കൊടുക്കും. ആ സ്നേഹം മൂത്ത് വരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കും. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ആരും ഒരു പക്ഷെങ്കിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് വേറൊരാൾക്ക് സമ്മാനമായി കൊടുത്തില്ല എന്ന് വരാം. നമ്മളെ തന്നെ ജീവനെ കൊടുത്തില്ല എന്ന് വരാം. എൻ്റെ ഓർമ്മ, മക്കളെ, പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. ഞാൻ സെമിനാരിസ്റ്റായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് സെമിനാരി ബാംഗ്ലൂരിൽ പഠിക്കുന്നു. 1970 നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അവസാന യുദ്ധം നടന്നതും ബംഗ്ലാദേശ് സ്വതന്ത്രമായി ഒരു രാജ്യമായി തീർന്നതുമല്ല. അന്ന് അഭയാർത്ഥി ക്യാമ്പിൽ പോയി അല്പം സേവനങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അവസരം കിട്ടി. ഒരു ദിവസം രാവിലെ ഞങ്ങൾ അവർക്ക് പ്രഭാത ഭക്ഷണം വിളമ്പുകയായിരുന്നു. ഞങ്ങളുടെ ക്യാമ്പിൽ 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. തലേ രാത്രി മുഴുവൻ ഉറക്കളച്ച് ഈ രാവിലത്തെ ഭക്ഷണമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യും. റൊട്ടിയും അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള ചീസ്, ബട്ടർ, ജാം ഇതൊക്കെ കൂട്ടിച്ചേർത്തുള്ള പാക്കറ്റ് ഉണ്ടാക്കും. നേരം വെളുക്കുകയും രാവിലെ ഇവരെ ക്യൂ നിൽക്കുമ്പോൾ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷമുണ്ട്. ചിലരൊക്കെ താങ്ക് യു പറയും, നന്ദി എന്ന് പറയും. അങ്ങനെ കൊടുത്തു പോയപ്പോൾ ഒരു സ്ത്രീ പാക്കറ്റ് മേടിച്ച് പറഞ്ഞത്, ഇതുപോലെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കേണ്ടി വരില്ലായിരുന്നു. ക്യാമ്പിലേക്ക് പോയ ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ വസ്ത്രവും ആഹാരവും മാത്രം കൊടുത്താൽ പോരാ, വേദനയുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു നല്ല പാസ്റ്ററൽ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിലേക്കുള്ള ഒരുക്കമായിരുന്നപ്പോൾ ആളുകളെ എപ്രകാരം ആശ്വസിപ്പിക്കണം, ശക്തിപ്പെടുത്തണം, അവരെ എങ്ങനെയെല്ലാം സുഖപ്പെടുത്തണം, ഇതിനൊക്കെ ഒരു മുന്നോടി നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ അവൾ പറഞ്ഞു, പട്ടാള വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. മാത്രമല്ല, പഴയ പൂർവ്വ പാകിസ്ഥാനിൽ പരസ്പരം കൊലയും എല്ലാമായി. ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങൾ 9 പിള്ളേരെയും എടുത്തുകൊണ്ട്, അവർക്ക് 9 മക്കളുണ്ടായിരുന്നു, ഇന്ത്യൻ അതിർത്തിയിലേക്ക് പോയി. ഏകദേശം 138 കിലോമീറ്റർ താണ്ടണമായിരുന്നു. കാലിൽ നടന്നു പോവുകയാണ്. വഴിയിൽ വച്ച് ഏറ്റവും ഇളയതിൻ്റെ മൂത്ത കുട്ടി പനി പിടിച്ചു മരിച്ചുപോയി. അതിനെ മണലിൽ വഴിയിൽ കുഴിച്ചിട്ടു. 8 മക്കളെയും കയ്യിലേന്തി അതിർത്തിയിൽ വരുമ്പോൾ കാണുന്നത് പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുന്നു. കൊടും തണുപ്പാണ്. അങ്ങനെ എൻ്റെ ഭർത്താവ് ക്യൂ നിന്ന് കാരിത്താസ് ഇന്ത്യ എന്ന് പറയുന്ന സമൂഹം കൊടുത്ത ഏതാനും ഷീറ്റുകളും 2 കമ്പുമായിട്ട് ഒരു ചെറിയ കൂനാച്ചി പോലെ ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് ഞങ്ങൾ കയറി. 3 ദിവസം അക്ഷരാർത്ഥം ഞങ്ങളൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. കുട്ടികൾ വെളിവായി കരയാൻ തുടങ്ങി. അമ്മ വല്ലതും കഴിക്കാൻ തരണേ. നമുക്കറിയാം, ഒരു അമ്മ കുട്ടി കരയുമ്പോൾ അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടാകും. അമ്മ കരയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവൾ പറയാണ്, എൻ്റെ ഇളയ കുട്ടി കൊടുക്കാൻ മുലയിപ്പാല് പോലും ഇല്ലായിരുന്നു. പ്രിയമുള്ള 3-ാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു കെട്ട് ഇറച്ചി മാംസം കൊണ്ട് കൊടുത്തു ഭാര്യയുടെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് വറുത്ത് പിള്ളേർക്ക് കൊടുക്കൂ. അമ്മയ്ക്ക് സന്തോഷമായി, ഭാര്യയ്ക്ക് സന്തോഷമായി. അവളത് ചട്ടി വെച്ച് വറുത്ത് മക്ക് കൊടുത്തു. അവർ തിന്നേച്ച് ആ മണലിൽ കിടന്ന് ഉറങ്ങി. എൻ്റെ ഭർത്താവ് വെള്ളം പോലും കുടിച്ചില്ല. ദൈവമേ, ആ സ്നേഹമുള്ള ഭാര്യ കൂടാരത്തിൽ ചെന്നപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ഭർത്താവ്. അവൾ ആ പുരപ്പ് മാറ്റിയപ്പോൾ കാണുന്നത് ആ മനുഷ്യൻ്റെ 2 തുടയിലും മാംസം ഇല്ലായിരുന്നു. അറിയാമെന്ന് അനുമാനിക്കാം. ആ വികാര നിമിഷത്തിൽ ആ മകൻ ആപ്പൻ എന്ത് ചേരുവെന്ന്, ഈ മക്കൾ എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് കഴിക്കാനൊന്നും കൊടുക്കാനില്ല. തൊടയിലെ മാംസം ചെത്തിക്കൊടുത്തതാണ് ഭാര്യ വറുത്ത് കൊടുത്തത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും. ഈ മാതൃക അനുകരിക്കാൻ എല്ലാവർക്കും. എങ്കിലും പ്രിയമുള്ളവരെ, അന്ന് രാത്രി ഒരു കപ്പുച്ചനച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ക്യാമ്പിലുള്ളവർ വിശുദ്ധ ബലി അർപ്പിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം പങ്കുവെച്ച് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു,
അത് ദിവ്യബലിയിൽ ഇതിലും മനോഹരമായ പങ്കുവെക്കലിൻ്റെ സ്നേഹമാണ് നമ്മൾ അനുഭവിക്കുന്നത്. സ്വയം ജീവനെ നൽകുന്ന ഈശോയാണ് നമ്മൾ ഓരോ ദിവ്യബലിയിലും അനുഭവിക്കുന്നത്. ഈ മനുഷ്യൻ ഓർത്തില്ല അവൻ മരിക്കുമെന്ന്, ഇങ്ങനെ രക്തം വാർന്ന്. അവൻ്റെ ഒറ്റ ആഗ്രഹം എൻ്റെ മക്കൾ ജീവിച്ചോട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ആ കുരിശിലേക്ക് ആ കാരിരുമ്പാണികളിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയെ നോക്കുമ്പോൾ കാണുന്നതും നമ്മളതാണ്. നാം ജീവിക്കേണ്ടതിനാണ് തൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ തുള്ളി ചോര പോലും യഹൂദർ വിശ്വസിച്ചിരുന്നത് ചോരയിലാണ് ജീവൻ. അപ്പോൾ അവസാനത്തെ തുള്ളി പോലും ചിന്തി എന്ന് പറഞ്ഞാൽ ആ ജീവൻ മുഴുവൻ പൂർണ്ണമായി 100% നമുക്ക് നൽകുവാനാണ് ആ കാൽവരി വരിമാരിൽ മരിച്ചത്. ദിവ്യബലി, നമ്മുടെ കുർബാന എന്ന് പറയുന്നത് കുരിശിലെ ബലിയും പെസഹാ തിരുനാളിൽ ആ അപ്പവും വീഞ്ഞും എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു പറഞ്ഞതും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുന്നത് ആണ്. അത് ഇതിന് രണ്ടിനെയും കൂടെ ആഘോഷമാണ്, ഓർമ്മയാചരണം അല്ല. പ്ലീസ് പ്രിയമുള്ളവരെ, അത് നമ്മൾ ഓർക്കണം. ഇന്ന് ലോകത്തിൽ 153 വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് സഭ പരിശോധിച്ച് അംഗീകരിച്ചത് വേറെ ധാരാളം നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലും പലയിടത്തും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ചത് അത് ലൻഷ്യാനോ മുതൽ ഈ അടുത്ത നാളിൽ പോളണ്ടിൽ സുക്കോൾക്ക എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചത് വരെയുള്ളതാണ് 153. ഞാൻ ചുരുക്കി പറയട്ടെ മക്കളെ, ഈ 153 അത്ഭുതങ്ങളിലും സഭ കൂലങ്കഷമായിട്ട് അത് പരിശോധിച്ചാണ് അംഗീകരിച്ച് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ചുമ്മാ ഒരാളെ ഈശോയെ കണ്ടെന്ന് പറഞ്ഞാൽ, മാരാവനെ കണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ സഭ പറയല്ല ശരിയാണെന്ന്. മെഡ്ജുഗോറിൽ 80 മുതൽ അവർ മാരാവനെ കാണുന്നു, ഇതുവരെ സഭ അംഗീകരിച്ചിട്ടില്ലെന്ന് ഓർക്കണം. എങ്കിൽ സഭ ഇക്കാര്യത്തിൽ വളരെ വളരെ മെറ്റിക്കുലസ്, വളരെ സൂക്ഷ്മമാണ് പരിശോധിക്കാൻ. പ്രിയമുള്ളവരെ, ലൻഷ്യാനോയിലെ കേസ് മാത്രം എടുക്കാം. ഒരച്ഛന് സംശയം, കുർബാനയിൽ ഇപ്പോൾ ഒരു സംശയം, ദൈവം യഥാർത്ഥത്തിൽ ഈ അപ്പം ശരീരമാകുമെന്ന്. ആ സംശയിച്ച നിമിഷം തന്നെ കയ്യിലിരുന്ന അപ്പം യഥാർത്ഥ ശരീരം, തുടിക്കുന്ന ശരീരമായി മാറി. രക്തം പിണർത്തു വരുന്നു. അദ്ദേഹം ബോധം കെട്ട് നിലത്ത് വീണു. ഇന്നും അത് 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടന്നതാണ് ഇറ്റലിയിൽ. ഇന്നും നിങ്ങൾക്ക് ലൻഷ്യാനോ ചെന്നാൽ കാണാൻ സാധിക്കും. ആ തുടിക്കുന്ന ആ മാംസക്കഷണവും ആ തുടിക്കുന്ന രക്തവും സൂക്ഷിച്ചിരിക്കുന്നത് യാതൊരു കെമിക്കലും അല്ലെങ്കിൽ പ്രിസർവേറ്റീവും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വെറുതെ വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ആലോചിക്കണം, നമ്മളൊക്കെ ഈ ഓസ്തി ഏതാനും ദിവസം കഴിയുമ്പോൾ കേടായിപ്പോവും. ആ ഓസ്തി ഇത്രയും വർഷങ്ങളായിട്ടും കേടായില്ല, മാത്രമല്ല ശരീരമായിട്ടിരിക്കുകയാണ്, പച്ചയായിട്ട് അഴുകാതെ. അതുതന്നെ ഒരു അത്ഭുതമാണ്. എന്നാൽ ഈ 153 അത്ഭുതങ്ങളിലും പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ കണ്ടത് എന്താണെന്നറിയാമോ? യൂറോപ്പിലെ അത്ഭുതം ഉണ്ടായത് കൂലങ്കഷമായിട്ട് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് അത് സ്ഥിരീകരിക്കും. ഇത് ശരിയാണോ കള്ളത്തരമാണോ? കള്ളത്തരങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ ഇക്കാലത്ത്. പ്രിയമുള്ള ലൻഷ്യാനിലെ പോലെ ഓരോന്നും പരിശോധിക്കപ്പെട്ടു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അവയെല്ലാം, അതായത് അപ്പം ശരീരമായി തീർന്നത് പരിശോധിച്ച ഡോക്ടർമാർ, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഡോക്ടർമാർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒന്നായിരുന്നു ബിഷപ്പ്മാരോട്. അതായത് ഏൽപ്പിച്ച ബിഷപ്പ്മാരോട് ചോദിച്ചു, ചങ്കു പൊട്ടി പിടഞ്ഞു മരിക്കുന്ന ഒരു പുരുഷൻ്റെ ചങ്കിൻ്റെ അംശം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി? അത് ശിക്ഷാർഹമാണ്. ഹൗ കുഡ് യു ഗെറ്റ് ദ കാർഡിയാക് പാർട്ട് ഓഫ് എ മാൻ ഡൈങ് ഇൻ ആഗണി? ഇറ്റ് ഈസ് ക്രിമിനൽ. അതായത് ഒരു മനുഷ്യൻ, ഒരാണ് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചങ്കിൻ്റെ ഭാഗം വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കണിശമായിട്ടും കുറ്റകരമാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഞാൻ വായിച്ചപ്പോഴും കേട്ടപ്പോഴും വാസ്തവത്തിൽ വികാരം കൊണ്ടു. എന്നും ദീപലി അർപ്പിക്കുമ്പോൾ ആ ഗോതമ്പ് എടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു പറയുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കയ്യിൽ പിടയ്ക്കുന്ന ഈശോയുടെ ഹൃദയമാണ്. ഞാൻ നാക്കെ ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ വെറും ശരീരമല്ല, ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം. ഇത് അച്ഛന്മാരുടെ പ്രസംഗമല്ല, ആ മണക്കവാസ പുസ്തകത്തിലെ പുതുമ ദൃഷ്ടാന്തമല്ല, സത്യമായി സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മക്കളെ, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞൊരു ഓർമ്മയാചരണമോ രക്തരഹിത ബലിയോ അല്ല. അച്ഛൻ കള്ളവല്ല പള്ളി എന്നുകൊണ്ട് പറയുന്നത് ഇതെൻ്റെ രക്തമാകുന്നത്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആ ഇതെൻ്റെ രക്തമാകുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു പറയുമ്പോൾ ആ അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമായി മാറുന്നു. ഇംഗ്ലീഷിൽ അതിനൊരു പദമുണ്ട്, ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ അപ്പത്തിൻ്റെ വീഞ്ഞിൻ്റെ മുഴുവൻ സബ്സ്റ്റൻസും മുഴുവൻ വസ്തുവും യേശുവിൻ്റെ ശരീരവും രക്തമായി മാറുന്നു. മലയാളത്തിൽ നമ്മൾ പറയും വസ്തുഭേദം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ
ആ കൂദാശകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത്താഴെ പിന്നെ അപ്പവുമില്ല, വീഞ്ഞുമില്ല, പിന്നെയോ യേശുവിൻ്റെ ശരീരവും രക്തവും മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പെസഹ കുഞ്ഞാട് ഈശോയുടെ ആ സ്വയം നൽകലിൻ്റെത്. അതുപോലെ തന്നെ രക്തം. ഈ അത്ഭുതങ്ങളിലെല്ലാം വീഞ്ഞ് രക്തമായാലും പരിശോധിക്കപ്പെട്ടപ്പോൾ കണ്ടത് അത് ബ്ലഡിൻ്റെ AB പോസിറ്റീവ് ഗ്രൂപ്പാണെന്ന്. ഈശോയുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പ് പണ്ടേ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചു. കാരണം ഈശോയുടെ 3 വസ്ത്രങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ടൂറിൽ ഉള്ള ഈശോ അടക്കാനായിട്ട് ഉപയോഗിച്ച ആ നീളമുള്ള വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, അതും ഇറ്റലിയിൽ. വെറോണിക്ക തുടച്ച ഈശോയുടെ മുഖമുള്ള അത് തുവാല, അത് മൊണോപ്പൊളോ എന്ന് പറയുന്ന ഇറ്റലിയിലെ സ്ഥലത്ത്. യോഹന്നാനും പത്രോസും കബറിലത്ത് കയറിയപ്പോൾ തലയിൽ ചുറ്റിയ തുണി മാറിക്കിടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ തുണി അത് സ്പെയിനിൽ ഒവിയോഡോ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. തമ്പുരാനെ കൃപ അതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് യൂറോപ്പിലായിരുന്നു. അതുകൊണ്ട് ആ 3ലും യേശുവിൻ്റെ രക്തക്കറ അത് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ കണ്ടത് AB പോസിറ്റീവ് ഗ്രൂപ്പാണ്. എൻ്റെ മക്കളെ, ഞാനിത് പറഞ്ഞതിന് കാരണം നിങ്ങൾ ഓർക്കണം, ഒരു അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ബലിയർപ്പിക്കുമ്പോൾ അച്ഛൻ്റെ കുർബാനയല്ല അത് കാര്യച്ഛൻ്റെ കുർബാനയോ മഞ്ഞാക്കച്ഛൻ്റെയോ ബിജിലച്ഛൻ്റെയോ കുർബാനയല്ല, പിന്നെയോ ഇന്നും ജീവിക്കുന്നവനായ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു പറയുന്ന ആ നിമിഷത്തിൽ ആ അപ്പമല്ല, പിന്നെയോ നാം ഈശോയാണ് കാണുന്നത്. ആ രക്തമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും അതാണ്. ഇതാണ് ദൈവത്തിൻ്റെ നൽകലിൻ്റെ സ്നേഹം, കൊടുക്കുന്ന സ്നേഹം, പൂർണ്ണമായി ജീവനെ നൽകുന്ന സ്നേഹം. അത് കഴിഞ്ഞുപോയൊരു സംഭവമല്ല, ചരിത്ര സംഭവമല്ല. നമ്മൾ കത്തോലിക്കർ ഈ കൂദാശകളുടെ അനുഷ്ഠാനമല്ല ചെയ്യുന്നത്, പഴയ ചരിത്രം ഓർക്കുകയല്ല ചെയ്യുന്നത്, ചരിത്രാതീതമായി അതിനെ നമ്മുടെ ജീവിതത്തിൽ ജീവിത സ്പർശകമാക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പങ്കപ്പാടിനെ പറ്റി പറയുമ്പോൾ പറയുന്നത് പോലെ തൻ്റെ അടുത്ത തലമുറകളെ കണ്ടുകൊണ്ടാണ് താൻ ഈ സഹനങ്ങളെല്ലാം സഹിച്ചതും ബലിയർപ്പിച്ചതും. 2020 കൊല്ലം മുമ്പ് ഈശോ ആ അവസാന അത്താഴവേളയിൽ അപ്പം എടുത്ത് വാഴ്ത്തി, ഇതെൻ്റെ ശരീരമാകുന്നു, ആ രക്തം ഇതെൻ്റെ രക്തമാകുന്നു. അതുപോലെ തന്നെ ആ കാൽവരി ബലിമാരിൽ അത് തൻ്റെ തന്നെ ശരീരം, തന്നെ തന്നെ ഹൃദയം മുറിച്ചു കൊടുത്തപ്പോൾ നമുക്കറിയാം, മുറിച്ചു എന്ന് കുന്തത്താൽ കുത്തിത്തിറക്കപ്പെട്ട കാര്യം നമുക്കറിയാം. അതൊക്കെ നാളെ നിങ്ങൾ കേൾക്കും. പ്രിയമുള്ളവരെ, ആ ശരീരവും രക്തവും സംഭവിച്ച ഒരു ചരിത്രമാണെങ്കിൽ ഇന്ന് ചരിത്രാതീതമായി നമ്മോട് ജീവിക്കുന്ന ഈശോ നമുക്ക് തരുന്നു. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നത് ഒരു ചരിത്ര പുരുഷനെ അല്ല, വെറും ചരിത്രാതീത പുരുഷന്, നമ്മോട് കൂടി ജീവിക്കുന്നവനെ. നമുക്കറിയാം, മാതാവ് ഗർഭസ്ഥയായപ്പോൾ ഔസേപ്പ് സംശയിച്ചു, ഇവിടെ ഉപേക്ഷിച്ചേക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ മാലാഹ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവനിൽ നിന്ന് ജനിക്കുന്നവന് ഈശോ എന്ന് പേരിടണം. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കും. അടുത്ത ഒരു വചനമുണ്ട്, അവനെ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. നിങ്ങൾക്കെല്ലാം അറിയാം ആ അർത്ഥം. പ്രിയമുള്ളവരെ, ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ആരും അവനെ എമ്മാനുവേൽ എന്ന് വിളിച്ചില്ല. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ ചരിത്രത്തിൽ എമ്മാനുവേൽ അനുഭവത്തിലാണ് ക്രൈസ്തവരായ നാം ജീവിക്കുന്നത്. അതാ ദൈവം കൂടെയുള്ളത്. ഈശോ ഈ കൂദാശ സ്വീകരിച്ചതിന് പല ആഗ്രഹമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലുത് നമ്മോടുകൂടി ആയിരിക്കുവാൻ. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നതാണ് കൂടെ ആയിരിക്കാൻ. ആദം ഹവ്വയുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സായാഹ്നത്തിൽ നടക്കാനായിട്ട് ദൈവം ഇറങ്ങി വരുമായിരുന്നു. ആദ്യത്തിൻ്റെയും ഹവ്വയുടെയും കൂടെ സായാഹ്ന വാക്കിങ് നടക്കാൻ, യോഗിങ് നടത്താനായിട്ട് വരുമായിരുന്നു. നമുക്കറിയാം. അതിനുശേഷവും നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ പലപ്പോഴും അവിടുത്തെ ദ്രോഹിച്ചുവെങ്കിലും അവരോടൊത്ത് വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അവസാനം നമ്മൾ കേട്ടു, നമ്മളെ അവസാനം വരെ അവിടെ സ്നേഹിച്ചു കൂടെ ആയിരിക്കുവാൻ ആണ് സ്ഥാപിച്ചത് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് പ്രിയ മക്കളെ, വിശുദ്ധ കുർബാനയിൽ അത് ഏത് റീത്താട്ടെ, ഏത് ഭാഷയാട്ടെ മക്കളെ, അതിനെയൊക്കെ മറക്ക് പോകേണ്ടത് ബലിയിൽ ആണ്. ഹല്ലേലൂയ. ഈശോയുടെ ബലിയിൽ സംബന്ധിക്കാൻ പോകും. ഏത് പള്ളിയിലാകട്ടെ, എവിടെയാരും എനിക്ക് പോകണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിന്തിക്കണം, എനിക്ക് എൻ്റെ യേശുവിനെ ചങ്ക് തിന്നണം. ഹല്ലേലൂയ. ചങ്കെന്ന് പറഞ്ഞാൽ സ്നേഹം. എന്നിട്ട് എനിക്ക് സ്നേഹപൂരിതമാകണം എൻ്റെ ജീവിതം, ഈശോയുടെ ഐക്യപ്പെട്ട ജീവിതം. ഈശോ പറഞ്ഞിരിക്കുന്നതാണ്, ആകയാൽ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല. റോമാക്കാർക്ക് ലേഖനം അധ്യായം 8:1. ഈ ഐക്യമാണ് കത്ത്. അവിടുത്തെ ചങ്കോട് ചേരുമ്പോൾ, അവിടുത്തെ ശരീരത്തോട് ചേരുമ്പോൾ, അവിടുത്തെ രക്തം എൻ്റെ രക്തത്തിലേക്ക് ഒഴുകുമ്പോൾ
ഓ, ഞാൻ ഈശോയുമായി ഒന്നായിത്തീരുന്നു. ഈ ഐക്യം എൻ്റെ മക്കളെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കാതലാണ്. ഇനിയും നമ്മൾ ഈ കാലത്തൊക്കെ പുരോഹിതന്മാരെയൊക്കെ പന്താടുന്ന കാലമാണ്. തെറിയും ചീത്തയെല്ലാം പറഞ്ഞ് എന്തെല്ലാം പറയുന്നു. നാം ഓർക്കണം, പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യം ഈ പൗരോഹിത്യത്തിൻ്റെ ഭൗമിക ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ആ അഭിഷേകത്തിൽ ഈശോ ആ ബലിയർപ്പണം നടത്തി എന്നിട്ട് പറഞ്ഞത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. പല ആളുകളും ഓർക്കും ഇത് ഓർമ്മയാചരണം അല്ല. ഇംഗ്ലീഷിൽ പറഞ്ഞ ആ വാക്കിതാണ്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അത് ഏറ്റവും പ്രധാനം എന്താണ്? ഡു ദിസ്, നിങ്ങൾ ഇത് ചെയ്യൂ. ഏത്? ഞാൻ അപ്പം എടുത്ത് വാഴ്ത്തി പറഞ്ഞു ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന്, വീഞ്ഞെടുത്ത് വാഴ്ത്തി പറഞ്ഞു ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾ ചെയ്യൂ. അവിടെ 12 പേരോട് പറഞ്ഞ കൽപ്പനയായിരുന്നു, ഇത് ചെയ്യൂ, അപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്, അവൻ്റെ മരണത്തിന് മുമ്പ് നിങ്ങൾ കാരിശുവാനിൽ വരുമ്പോൾ മഞ്ഞാക്കരച്ചിൽ ഓർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എന്നെ സ്മരിക്കാനല്ല, പിന്നെയോ കാരിശുവാനിൽ നിങ്ങൾ വരാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഈശോ ഇത് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഈ ബലിയർപ്പണം എന്നും ചെയ്യണം, തുടർ ചെയ്യണം. 1-ാം വായനയിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ സാന്നിധ്യം, ഞാൻ നിങ്ങളോടുകൂടി എന്നുള്ള സാന്നിധ്യം, എമ്മാനുവൽ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതാണ് അതിൻ്റെ അർത്ഥം, ഡു ദിസ്. അതെ, അപ്പസ്തലന്മാർ ആദ്യം മുതലേ ചെയ്തിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ അവസാനത്തെ അത്താഴ സമയത്ത് കൂടെ ഇല്ലായിരുന്ന ശൗല് പിന്നീട് പൗലോസായി മാനസാന്തരപ്പെട്ടപ്പോൾ ആ ഈശോയുടെ സ്ഥാപന വാക്കുകൾ എഴുതിക്കൊണ്ട് ലേഖനം എഴുതിയത്. മറ്റേത് ആര് എഴുതിയതിന് മുമ്പ്, അഥവാ ആദ്യം വിശുദ്ധ കുർബാനയെ പറ്റി എഴുതിയത് വിശുദ്ധ പൗലോസാണ്. കാരണം മാനസാന്തരം കഴിഞ്ഞ് അവൻ ചെന്നപ്പോൾ കണ്ടു കാണും അപ്പസ്തലന്മാർ ബലിയർപ്പിക്കുന്നത്. അപ്പോൾ ചോദിച്ചു കാണും, പത്രോസേ, തോമ, അല്ലെ അന്ത്രോസേ, നിങ്ങൾ എന്നാ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു കാണും, ഈശോ ഇങ്ങനെ ചെയ്തുവെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ആദ്യം മുതലേ ഉള്ളതാണ് ബലിയർപ്പണം. ഇത് വൈദികരോ മനുഷ്യരോ കണ്ടുപിടിച്ചതല്ല. അങ്ങനെ 12 പേരെ ഏൽപ്പിച്ചു. അതാണ് ഇന്നും പൗരോഹിത്യത്തിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നു. ഇന്ന് പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന മക്കളെ പൗരോഹിത്യത്തോട് പ്രാർത്ഥിക്കൂ. അവർ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കുറവുകൾ, പരാധീനതകളുണ്ട്. നമ്മളെല്ലാം ഒരേ രക്തത്തിൽ പറന്നവരാണ്, ഒരേ മാംസത്തിൽ ജനിച്ചവരാണ്. അപ്പം അവർക്ക് കുഴപ്പങ്ങൾ അതല്ല നമ്മൾ നോക്കേണ്ടത്, അവരിലുള്ള ആ ദൈവികത. ദൈവം അവരെ അപരോധിച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു, തൻ്റെ സ്വന്തമാക്കി വിട്ടിരിക്കുന്നു. എന്തിന്? പ്രധാനമായിട്ടും ടു ഡു ദിസ്, ഇത് ചെയ്യുവാനായിട്ട്. ബലി ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണടച്ചൊരു നിമിഷം, അച്ഛന്മാരില്ലാത്ത ലോകം എങ്കിൽ ബലിയില്ല, ഈശോ ഇല്ലാത്ത ലോകം. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, അതായത് പാദ്രി പിയോയും ഫ്രാൻസിസ് അസീസിയും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് ലോകത്തിലെ പാപങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയാമോ? പിതാവായ ദൈവത്തിൻ്റെ ആ അരിശത്തിൽ, ദേഷ്യത്തിൽ, ക്രോധത്തിൽ ഈ ഭൂമിയെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കേണ്ടതാണ്. അത്രമാത്രം കൽപ്പന ലംഘനങ്ങളാണ് പ്രളയകാലത്തെ എന്നതിനേക്കാൾ, സോഡോം ഗൊമോറായി എന്നതിനേക്കാൾ ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് പാദ്രി പിയോ എന്താണെന്നറിയാമോ അസീസി പുണ്യാനോട് പറഞ്ഞത്? ഈശോ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ തന്നെ ശരീരം പൊങ്ങി നിൽക്കുന്നതാണ് അൽത്താരയിൽ. എങ്ങനെ നശിപ്പിക്കാൻ കഴിയും അവൻ്റെ തന്നെ ശരീരം? ഹല്ലേലൂയ. അതായത് നമുക്കറിയാം, ഏകദേശം 5 ലക്ഷത്തോളം അൽത്താരകളിൽ ഒരു ദിവസം ബലി അർപ്പിക്കപ്പെടുന്നു. ഈശോനെ ശിക്ഷിക്കാമെന്ന് വിചാരിച്ചോട് താഴോട്ട് നോക്കുമ്പോഴും അതെ, കുർബാന എന്ന് പറഞ്ഞാൽ ഈശോയുടെ തന്നെ ശരീരവും രക്തവും ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ. അതെ, ഇന്ന് ധാരാളം അൽത്താരകളിൽ ഈശോയുടെ ശരീരവും ഉയർത്തപ്പെടുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന മക്കളെ നാം ചുറ്റും നോക്കിയാൽ നാം കർത്താവിനോട് ചെയ്യുന്ന ദ്രോഹം എത്ര ഭയങ്കരം. പണ്ടേ ഈ ലോകം ഭസ്മമായി പോകേണ്ടതായിരുന്നു, വെള്ളത്തിനടി പോകേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് താങ്ങി നിർത്തുന്നു. പ്രിയമുള്ളവർ, നമുക്ക് ആ ഈശോയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും വ്യാപ്തിയും കണ്ടുകൊണ്ട് ആ കൽപ്പന അനുസരിച്ച് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ആ ഈശോയുടെ ആ സ്നേഹമാണ് ഈ കൂരാശയെ. സ്നേഹകൂരാശ എന്ന് നമ്മൾ ഗാനങ്ങളിലൂടെ പറയാറുണ്ടല്ലോ. എങ്കിൽ സ്നേഹിക്കണം. ഈശോ എങ്ങനെ സ്നേഹിച്ചു? സ്വയം നൽകി. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഒരു ഭാര്യ ഭർത്താവ് സ്വയം പരസ്പരം നൽകുകയാണ്. എങ്കിൽ പോലും ആരും ശരീരം മുറിച്ചു കൊടുക്കാറില്ല. നമ്മൾ സമ്മതിക്കുകയില്ലേ? പ്രത്യേകിച്ച് ഹാർട്ട്, സ്വീറ്റ് ഹാർട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. എൻ്റെ കരളെ എന്ന് വിളിക്കും. പക്ഷേ കരളെടുത്ത് കൊടുക്കുന്നില്ല, ചപ്പുളിക്കും. എന്നാൽ അത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, കൊടുക്കുന്ന ഒരു സ്നേഹിതനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്നും ജീവിക്കുന്നതാണ് ഈശോ. ആ സ്നേഹമായിരിക്കട്ടെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ, അതായിരിക്കട്ടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറ, അതായിരിക്കട്ടെ നമ്മുടെ ഐക്യം, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഐക്യത്തിൻ്റെ അടിത്തറ. ഈശോ സ്നേഹിച്ചുള്ള സ്നേഹം. അങ്ങനെയാകുമ്പോൾ നമ്മൾ യഥാർത്ഥ ഉത്തമ ക്രൈസ്തവരാകും. നിങ്ങളെല്ലാവർക്കും ഈ പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. മാത്രമല്ല, കടന്നു വരുന്ന ഈസ്റ്ററിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. ധാരാളമായ അനുഗ്രഹങ്ങൾ കർത്താവ് സ്വർഗം തുറന്ന് നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.